ഞാനിന്നിവിടെ ഒരു പപ്സ് ഉണ്ടാക്കാനാണ് പോകുന്നത്. ചിക്കൻ പപ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 1/2 കിലോയോളം മൈദ പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് സോഡാ പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. അതിന് നമുക്ക് സ്പൂൺ മാറ്റിയിട്ട് കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കേണ്ടതുണ്ട്. ഇതുപോലെ നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെ കുഴച്ചെടുക്കുമോ അതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ മൈദാമാവെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനി കുറച്ച് നേരം അടച്ചു വെച്ചേക്കാം. അങ്ങനെ റെസ്റ്റ് ചെയ്യണമെന്നില്ല. ഞാനിതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കുന്നത് വരെ ഇതൊന്ന് അടച്ചു വെച്ചേക്കാം. നമ്മുടെ ഫില്ലിങ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ ഫില്ലിങ്സ് റെഡിയാക്കി വെച്ചേക്കുന്നത് ചിക്കൻ കൊണ്ടാണ്. ഫില്ലിങ്സ് റെഡിയാക്കിയിരിക്കുന്നത് ചിക്കനും ക്യാരറ്റ്, സവാള, പച്ചമുളക് എല്ലാം കൂടെ വഴറ്റിയെടുത്തിട്ട് ചിക്കൻ വേവിച്ച് അതിൽ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നമ്മൾ കുഴച്ച് വെച്ചേക്കുന്ന ഈ മൈദമാവുണ്ടല്ലോ, അതിന് നമ്മൾ വൃത്തിയായ ഒരു സ്ഥലത്തോ മേശപ്പുറത്തോ വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഞാനിത് 2 തവണയായിട്ട് പരത്താനാണ്. ഇതുപോലെ നല്ല രീതിക്ക് പരത്തണം. ഒരുപാട് നേരം ഒന്നും റെസ്റ്റ് ചെയ്യാൻ കൊടുക്കണമെന്നില്ല. നമ്മൾ മാവ് നേരത്തെ കുഴച്ച് വെച്ച് ഫില്ലിങ് നേരത്തെ എടുത്തുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതൊരുപാട് നേരമൊന്നും നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പിന്നെ നേരത്തെ ഇത് ഫില്ലിങ് റെഡി ആകാത്തത് കൊണ്ടാണ് ഇത് ഇത്രയും നേരം റെസ്റ്റിന് വെച്ചിരുന്നത്. ഇതേപടി മടക്കണം, 4ആയിട്ട് മടക്കണം. മടക്കിയിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ പരത്തണം. ഇത് വീണ്ടും നമ്മൾ ഇതുപോലെ വീണ്ടും മടക്കണം. വീണ്ടും ഇതുപോലെ 4ആയിട്ട് തന്നെ മടക്കണം. എന്നാലേ നമുക്ക് പപ്സിൻ്റെ ലെയർ കിട്ടത്തുള്ളൂ. മൈദ ഉണ്ടല്ലോ, ഇതുപോലെ കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ഇത് 4ആയിട്ട് കട്ട് ചെയ്യാമേ. കട്ട് ചെയ്തിട്ട് ഇതിലേക്കുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒന്നിലേക്കുള്ള ഫില്ലിങ് ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫില്ലിങ് വെച്ചിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മടക്കിയെടുക്കണം. മടക്കുമ്പോൾ ഈ ഫില്ലിംഗ് ഒന്നും പുറത്ത് വരാത്ത രീതിയിൽ വേണം ഫില്ല് ചെയ്യേണ്ടത്. നമ്മൾ ഇത്
ഇതിനകത്ത് വയ്ക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ, പുറത്ത് വന്നു കഴിഞ്ഞാൽ എണ്ണയിൽ വീഴുമ്പോൾ അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കണം. എല്ലാവരും ഓവനിലൊക്കെയാണ് ചെയ്യുന്നത്. എനിക്ക് ഓവനില്ല. എനിക്കറിയാമെന്നുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ മക്കൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് ഞാൻ എണ്ണയിൽ വെച്ച് പൊരിച്ചെടുത്താണ് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇതിൻ്റെ ചുറ്റിലൊന്നും കാണരുത്. ഇതുപോലെ നല്ല പ്രസ് ചെയ്ത് തന്നെ ഫില്ല് ചെയ്തേക്കണം കേട്ടോ. അല്ലെങ്കിൽ പ്രസ് ആയില്ലെങ്കിൽ ഇവിടം കൊണ്ടങ്ങ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. എണ്ണയിലിടുമ്പോൾ ഇവിടം കൊണ്ട് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. പൊട്ടാതിരിക്കുന്നതിനാണ് നമ്മളിവിടെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിതാ പപ്സ് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഈ സമയം കൊണ്ട് എണ്ണ തിളച്ചിട്ടുണ്ട്. എണ്ണയിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നല്ല തീ തന്നെ വെച്ച് കൊടുത്തേക്കണം. കാരണം ചെറിയ തീയാണെങ്കിൽ ഒരുപാടായിട്ട് എണ്ണ പിടിക്കും. ഇങ്ങനെ വെച്ചാൽ എണ്ണ അധികം പിടിക്കത്തില്ല കേട്ടോ. ഒന്ന് നന്നായിട്ട് ആയതിന് ശേഷം തിരിച്ചിട്ട് ഒരല്പസമയം കഴിഞ്ഞതിന് ശേഷം തീ അല്പം ഒന്ന് കുറച്ച് വെച്ചേക്കാം. പപ്സ് തിരിച്ചിടേണ്ട സമയമായിട്ടുണ്ട്. ഓവനില്ലാത്തവർക്കും ഇങ്ങനെ നമുക്ക് പപ്സ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എനിക്കിങ്ങനെ അറിയാവൂ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിങ്ങനെ ചെയ്യുമെന്നുള്ളത് എനിക്കറിയത്തില്ല. മുമ്പ് ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. നമ്മുടെ പപ്സ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പപ്സ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് ഞങ്ങൾ പപ്സ് ഉണ്ടാക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കും പോലെ തന്നെയാണ് പപ്സ് കിട്ടുന്നത്. അവർ ഓവനിൽ വെച്ചായിരിക്കാം ഉണ്ടാക്കുന്നത്, എനിക്കതറിയത്തില്ല. ഞാൻ എണ്ണയിൽ പൊരിച്ചെടുത്തതാണ്. ഇതുപോലെ ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടുന്നുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.